ശ്രീ പ്രേംകുമാർ, ഈ വിഷയത്തിൽ പല കാലങ്ങളിൽ പിണറായി വിജയൻ പറഞ്ഞ പ്രതികരണങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടത്. ഈ ഇ.ഡി. റെയ്ഡ് വീണ താമസിക്കുന്ന വീടെന്ന നിലയ്ക്ക് പിണറായി വിജയന്റെ വീട്ടിൽ വെച്ച് നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, എന്നോടൊന്നും ചോദിച്ചതായി കണ്ടില്ല, വീണയോട് മകളോട് എന്തൊക്കെയോ ചോദിച്ചു, ലക്ഷ്യം ഞാനാണ് എന്നാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇ.ഡി. അദ്ദേഹത്തോട് ചോദിക്കുന്ന സ്ഥിതിയാണ് വരുന്നത്. കാരണം അദ്ദേഹം മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞത് വെറും മാധ്യമ സൃഷ്ടിയല്ല, അത് ഇ.ഡി. തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ പകർപ്പടക്കം ഇന്ന് മാധ്യമങ്ങളിലൂടെ അങ്ങും കണ്ടു കാണുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ഈ മാധ്യമ സൃഷ്ടി അല്ലെങ്കിൽ ഉന്നമിടുന്നത് തന്നെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഷോൺ പറഞ്ഞതുപോലെ സ്വാഭാവികമായും അദ്ദേഹത്തിലേക്ക് തന്നെ വരില്ലേ കാര്യങ്ങൾ? അല്ല, സ്വാഭാവികമായിട്ട് പിണറായി വിജയനിലേക്ക് വരുമെങ്കിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുമെങ്കിൽ അത് വരിക തന്നെ ചെയ്യട്ടെ. അതിനെ തടയേണ്ട കാര്യമൊന്നുമില്ല. അതിന് മുന്നേ ഞാനൊരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുക്കുന്ന രണ്ടാമത്തെ ടെലിവിഷൻ ചർച്ചയാണിത്. ഒന്നാമത്തെ ചർച്ച 2024 മെയ് മാസം 29 ആയിരുന്നു. അന്ന് രാവിലെ ഈ ചർച്ചയിലിരിക്കുന്ന ഷോൺ ജോർജ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് എക്സാലോജിക് എന്ന് പറഞ്ഞ ദുബായ് മീഡിയ സിറ്റിയിലുള്ള ഒരു കമ്പനി വഴി PwC അടക്കമുള്ള കമ്പനികളിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, പിണറായി വിജയൻ അബുദാബിയിലും ബിസിനസ് ചെയ്യുന്നു എന്നായിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരത്തെ ചർച്ചയിൽ ഞാനൊക്കെയാണ് പറഞ്ഞത്, അന്ന് അനിൽ ബോസും ഉണ്ടായിരുന്നു ചർച്ചയിൽ. ദുബായിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി പക്ഷേ സാസൂൺ സാദിഖും നവീൻ എന്ന് പറഞ്ഞ 2 ഇന്ത്യക്കാരുടെ കമ്പനിയായിരുന്നു. 400-500 ആളുകൾ ജോലി ചെയ്യുന്ന കമ്പനിയായിരുന്നു അന്ന്. പക്ഷേ ഈ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം വി.ഡി. സതീശനും പത്രസമ്മേളനം നടത്തി, ഷോൺ ജോർജും നടത്തി. പക്ഷെ അതിനുശേഷം ആ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും തുടർ പ്രതികരണങ്ങൾ നടത്താൻ ഈ ഷോൺ ജോർജ് തയ്യാറാവുകയോ ചർച്ചയിൽ വരികയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് 2024 മെയ് 29 കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ സൈറ്റ് ചെയ്യുന്ന കർത്തയുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഡേറ്റ് അതായത് അതായത് അബുദാബിയിൽ കമ്പനി ഉണ്ടെന്നുള്ള വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ് വന്നതിന്റെയും 1 മാസം മുന്നേ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. എന്റെ സംശയം എന്താ വെച്ചാലേ, 2024 ഏപ്രിൽ 17 ശശിധരൻ കർത്ത പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനോടുള്ള ബന്ധം കാരണമാണ് ഞാൻ പൈസ കൊടുത്തതെന്ന്. 2 വർഷത്തിലധികം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇ.ഡി. പിണറായി വിജയനെ ചോദ്യം ചെയ്യാതിരുന്നത് എന്നാണ് എനിക്ക് അത്ഭുതം ഉണ്ടാവുന്നത്. കാരണം അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ മുന്നേ ചോദ്യം ചെയ്യേണ്ടതല്ലേ? അത് ചെയ്തിട്ടില്ലല്ലോ. ഇനി ചോദ്യം ചെയ്യുമോ എന്നാണ് മീഡിയയുടെ മൊത്തം ആശങ്ക. ചോദ്യം ചെയ്യുമായിരിക്കാം, തെളിവുകൾ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടോ, ഇ.ഡിയുടെ റിപ്പോർട്ടിന്റെ ചെറിയ ഭാഗങ്ങൾ മീഡിയയിലൂടെ വരുന്നു എന്നുള്ളത് കൊണ്ടോ ഇതൊരു കൺക്ലൂഷനിലേക്ക് പോവില്ലല്ലോ. ഈ പാനലുള്ള 3 പേരും വളരെ സീനിയറായ അഡ്വക്കേറ്റ്സ് ആണ്. എനിക്കും ശ്രീജിക്കും മാത്രമാണ് ഈ അഡ്വക്കേറ്റ് ബിരുദം ഇല്ലാത്തത്. ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്നുള്ളത്, അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒക്കെ വളരെ ഹെയർ സ്പ്ലിറ്റിംഗ് ആയ ആർഗ്യുമെന്റ്സിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണിത്. അതിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിണറായി വിജയനോട് പരിചയമുണ്ട് എന്നുള്ളതുകൊണ്ട് കാശ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ കുറ്റാരോപിതനോ പ്രതിയോ ആക്കാൻ പറ്റില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി അറിയാം. അദ്ദേഹത്തിന്റെ മകൾ ഒരു കമ്പനി നടത്തുന്നുണ്ട്. അതിന് തൊട്ട് മുൻപാണ് ആ കമ്പനി ആരംഭിക്കുന്നത്. 2014 മുതൽ 2016 വരെ ആ കമ്പനിയിൽ കാര്യമായിട്ട് പരിപാടിയൊന്നും നടന്നിട്ടില്ല. എന്റെ അറിവ് പ്രകാരമാണെങ്കിൽ സ്കൂളിൽ അറ്റൻഡൻസ് റോൾ മാനേജ്മെന്റ് പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണത്. സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു കമ്പനിക്ക് ഇത്ര വലിയ തുക മാസപ്പടി എന്ന് വിളിക്കുന്നത് അപമാനകരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരി, മാസപ്പടി എന്ന് പറയുന്നില്ല, ഒരു കാര്യവുമില്ലാതെ സേവനരഹിത വേതനമായി കൊടുത്തുകൊണ്ടിരുന്നത് അത്ര നിസ്സാരമായ കാര്യമാണോ? ശ്രീജ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ അതിന്റെ ധാർമ്മികമായ വശത്തെ പറ്റി അല്ല പറഞ്ഞത്. ഞാൻ അതിന്റെ വളരെ നിയമപരമായ കാര്യത്തെ പറ്റി മാത്രമാണ് പറഞ്ഞത്. രണ്ടാമത്തിലേക്ക് ഞാൻ വരാം. ധാർമ്മികമായി ഇതിനകത്ത് പ്രശ്നമുണ്ട്. പിണറായി വിജയൻ CPIMന്റെ വളരെ സമുന്നതനായ നേതാവായിരിക്കുകയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ശശിധരൻ കർത്ത പോലുള്ള CMRL പോലുള്ള ടെയിൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പേറോളിൽ വീണ വിജയന്റെ കമ്പനി ഉണ്ടാവുക എന്നുള്ളത്, ഷോൺ ഇവിടെ പറഞ്ഞ പോലെ 180 കോടിയിൽ പരം നമ്മൾക്കടക്കം കിട്ടേണ്ടുന്ന ഇൻകം ടാക്സ് അടച്ചാൽ സെൻട്രൽ ഗവൺമെന്റിലേക്കും, ലാഭവിഹിതം വന്നാൽ KSIDCയിലേക്കും, കേരളത്തിൽ ഞാനും ശ്രീജയും അടക്കമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യപ്പെടുന്ന പണം മിസ്യൂസ് ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റിൽ
വീണ വിജയന്റെ കമ്പനിയുടെ, വീണ തൈക്കണ്ടിയുടെ കമ്പനിയുടെ പേര് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ അകത്ത് എത്തിക്കൽ പ്രശ്നമുണ്ട്, ധാർമ്മിക പ്രശ്നമുണ്ട്. അത് വളരെ സീരിയസ് ആയ പ്രശ്നം തന്നെയാണ്. അതിൽ ഒരു പരിധിവരെ CPM-ഉം CPM-ന്റെ നേതാക്കളും എടുത്തിരുന്ന സമീപനത്തിലും പ്രശ്നമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അന്ന് വീണയുടെ എന്താ പറയുക ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ED ആ വീടുകൾ റെയ്ഡ് ചെയ്ത ദിവസം, അതിന് നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ച പോലെ വാഹനം ആക്രമിച്ചതായിരുന്നാലും CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഡൽഹിയിൽ സമരം നടത്തുന്നതായിട്ട് ഞാനൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അവരതിനെ എടുക്കുന്നത് പാർട്ടിയെ തകർക്കാനുള്ള BJP സർക്കാരിന്റെ ഒരു മൂവ് ആയിട്ടാണ്. മാത്രമല്ല ഇതിനേക്കാൾ ഒക്കെ മുകളിലുള്ള കാര്യം, ഈ നിമിഷം വരെ ഇതിൽ എന്താണ് സംഭവിച്ചത്, ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തതെന്നുള്ളത് ഈ കമ്പനി ഉടമയായ വീണയോ അതുമായി ബന്ധപ്പെട്ട ആരുമോ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നടത്തിയിട്ടില്ല. നമ്മുടെ മുന്നിൽ ആകെയുള്ളത് എന്താണ്, ഷോൺ ജോർജിനെ പോലെയുള്ള ആൾക്കാർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്, കേസ്, പിന്നെ ED ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ഭാഗങ്ങൾ അവർക്കിഷ്ടമുള്ള സമയത്ത് അവർ ഷെയർ ചെയ്ത് തരുന്നത് മീഡിയ വഴി വരുന്നു. അത് മീഡിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ, മീഡിയ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നല്ല, അത് കൊണ്ടുപോകുന്ന രീതി ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ വി ആർ കെപ്റ്റ് ഇൻ ദ ഡാർക്ക്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇതിൽ ഫ്രെയിം ചെയ്യണമെങ്കിൽ, ചാർജ് ഷീറ്റ് ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായ ലീഗൽ പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം EDക്ക്. പിന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ ED എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. ഇത് രണ്ടും കൂടി വെക്കുകയും ഇതിൽ കൃത്യമായ എവിഡൻസസ് സോഫാർ കോടതിക്ക് മുന്നേ കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ചേർത്ത് വേണം വായിക്കാൻ.